ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വേർബാണ് ബി എന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ബിയുടെ ഉപയോഗം നന്നായി മനസ്സിലാക്കാതെ നമുക്ക് ഇംഗ്ലീഷ് ശരിയായ രീതിയിൽ പഠിക്കാൻ സാധിക്കില്ല. മറ്റ് വേർബ്സുമായിട്ട് നോക്കുമ്പോൾ ബിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ കഴിക്കുക എന്ന വേർബ് എടുക്കൂ. ഇംഗ്ലീഷിൽ ഈറ്റ് എന്നാണല്ലോ വരുന്നത്. അതിന് എത്ര ഫോംസ് ഉണ്ട് ഇംഗ്ലീഷിൽ? അതിൽ 5 ഫോംസ് ആണ് ഉള്ളത്. അതേതൊക്കെയാണെന്ന് നോക്കൂ. ഒന്ന് ഈറ്റ് തന്നെ, അപ്പോൾ അതാണ് ബേസ് ഫോം. അടുത്തത് ഈറ്റ്സ്, നമ്മൾ പ്രസൻറ്റ് ടെൻസിലൊക്കെ ഉപയോഗിക്കുന്ന ഫോമാണിത്. ഇനി എയ്റ്റ്, പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത് ഈ ഫോമാണ്. അടുത്തത് നോക്കൂ, ഈറ്റൻ, നമ്മൾ ഹാസിൻ്റെയും ഹാവിൻ്റെയും ഒക്കെ കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നതാണ് ഈ ഈറ്റൻ എന്ന ഫോം. പിന്നെ കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഒരു ഫോം കൂടെ ഉണ്ട്, ഈറ്റിംഗ്. അങ്ങനെ 5 ഫോംസാണ് ഈറ്റിനുള്ളത്. പക്ഷേ ബി ഒന്ന് നോക്കൂ. ബിക്ക് എത്ര ഫോംസ് ഉണ്ടെന്ന് അറിയാമോ? അതിന് 8 ഫോംസ് ഉണ്ട്. ഏതൊക്കെയാണെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഒന്ന് ബേസ് ഫോം ബി തന്നെ, അത് കഴിഞ്ഞ് വരുന്നത് നോക്കൂ, ആം, ഇസ്, ആർ. അപ്പോൾ പ്രസൻറ്റ് ടെൻസിലാണ് ഈ 3 ഫോംസും നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രസൻറ്റ് ടെൻസിൽ മാത്രം ബിക്ക് 3 ഫോംസ് ഉണ്ട്. പിന്നെ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന വാസും വെറും. അടുത്തത് ബീൻ, അത് നമ്മൾ ഹാസിൻ്റെയും ഹാവിൻ്റെയും ഒക്കെ കൂടെ ചേർത്ത് ഉപയോഗിക്കുന്ന ഫോമാണ്. പിന്നെ കണ്ടിന്യൂസ് ടെൻസിലൊക്കെ ഉപയോഗിക്കുന്നത് ബീയിങ്ങും ഉണ്ട്, BEING. അപ്പോൾ ബിയുടെ മറ്റ് ഫോംസൊക്കെ ഉപയോഗിക്കാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷേ നിങ്ങളും ശ്രദ്ധിച്ചു കാണും, ചിലപ്പോഴൊക്കെ നമ്മൾ ബി എന്ന് തന്നെ ഉപയോഗിക്കാറില്ലേ? അപ്പോൾ എപ്പോഴാണ് ബി അതേ രൂപത്തിൽ വരിക? അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. ഇനി ബിയുടെ മറ്റ് ഫോംസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോയുടെ അവസാനം ഞാൻ ഇന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അത് ആൻസർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് ബി എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ബിയുടെ ഒരു ഉപയോഗം ഭാവിയിലെ കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടി വരുമ്പോഴാണ്. അപ്പോൾ അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ അവളുടെ ബുക്ക് തിരിച്ചു കൊടുക്കും. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ വിൽ റിട്ടേൺ ഹർ ബുക്ക്. ശരിയല്ലേ? ഭാവിയിലെ കാര്യമായതുകൊണ്ട് ഞാൻ വിൽ എന്ന് പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞ് വന്ന വേർബ് കണ്ടോ? ഐ വിൽ റിട്ടേൺ, തിരിച്ചു കൊടുക്കുക. അതിനുള്ള വേർബാണ് റിട്ടേൺ വന്നത്. ഇനി മറ്റൊന്ന്, അവൾ നിങ്ങളെ വിളിക്കും. ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഷീ വിൽ കോൾ യു. അപ്പോൾ ഇവിടെ ഷീ വിൽ കഴിഞ്ഞിട്ട് വന്നത് കോൾ എന്ന വേർബാണ്. അപ്പോൾ അതും ഒരു പ്രവൃത്തിയെ കാണിക്കുന്ന വാക്കാണ് അല്ലേ? ഒരു ആക്ഷൻ വേർബാണ് കോൾ. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കണേ. ഞാൻ നാളെ ഡൽഹിയിലായിരിക്കും. ഞാൻ നാളെ ഡൽഹിയിൽ ആയിരിക്കും. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ വിൽ ബി ഇൻ ഡൽഹി ടുമോറോ. അപ്പോൾ അവിടെ എന്താ വന്നതെന്ന് കണ്ടോ? ഐ വിൽ കഴിഞ്ഞിട്ട് ബി എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് അവിടെ ഞാൻ ബി ഉപയോഗിച്ചത്? ഞാൻ പറഞ്ഞത് ഞാൻ ഡൽഹിയിൽ ആയിരിക്കും എന്നാണ്. അപ്പോൾ ആയിരിക്കുക എന്ന ഒരർത്ഥം കിട്ടാൻ നമ്മൾ ഉപയോഗിച്ച വേർബാണ് ബി. ഐ വിൽ ബി ഇൻ ഡൽഹി ടുമോറോ. മറ്റൊന്ന്, അവന് അടുത്ത മാസം 18 വയസ്സ് തികയും. ഇംഗ്ലീഷിൽ ഹി വിൽ ബി 18 നെക്സ്റ്റ് മന്ത്. ഹി വിൽ ബി 18 നെക്സ്റ്റ് മന്ത്. കണ്ടോ, വില്ല് കഴിഞ്ഞിട്ട് ബി വന്നത്? ആകും എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ബി ആവശ്യം വന്നത് നമുക്ക്. ഇത് നമുക്ക് നെഗറ്റീവായിട്ടും ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ പറയാണ്, ഞാൻ ലേറ്റ് ആകില്ല, വൈകില്ല എന്നാണ് പറയുന്നത്. ഞാൻ ലേറ്റ് ആകില്ല. അപ്പം എന്താ പറയുക? ഐ വിൽ നോട്ട് ബി ലേറ്റ്. ഐ വിൽ നോട്ട് ബി ലേറ്റ്. അപ്പോൾ ഈ വിൽ നോട്ട് എന്നുള്ളത് നമുക്ക് ചുരുക്കി ഷോർട്ടൻ ചെയ്ത് വോണ്ട് എന്ന് പറയാം. ഐ വോണ്ട് ബി ലേറ്റ് എന്ന് പറയാം. ഇതുപോലെ ചോദ്യം ചോദിക്കാം. നാളെ നിങ്ങൾ ജോലിയിലായിരിക്കുമോ? വിൽ യു ബി അറ്റ് വർക്ക് ടുമോറോ? വിൽ യു ബി അറ്റ് വർക്ക് ടുമോറോ? ചോദ്യം വന്നത് കണ്ടോ? അവിടെ വിൽ വെച്ച് ചോദ്യം തുടങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട സെൻറ്റൻസസ് എല്ലാം ഞാനിവിടെ ഒരുമിച്ച് എഴുതുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ. ഐ വിൽ ബി ഇൻ ഡൽഹി ടുമോറോ. ഹി വിൽ ബി 18 നെക്സ്റ്റ് മന്ത്. വിൽ യു ബി അറ്റ് വർക്ക് ടുമോറോ? ഇവിടെ എല്ലാം ഒരു കാര്യം ശ്രദ്ധിച്ചോ? വിൽ കഴിഞ്ഞിട്ട് ബി ആണ് വന്നിരിക്കുന്നത്. അതല്ലാതെ വേറൊരു വേർബ് നിങ്ങൾക്ക് ഇവിടെ കാണാമോ? ഇല്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ മെയിൻ വേർബ് ബി ആണ്. വിൽ ഹെൽപ്പിംഗ് വേർബാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വന്നത് ബി എന്ന മെയിൻ വേർബാണ്. അപ്പോൾ ഈ സെൻറ്റൻസസിലെല്ലാം ബി മെയിൻ വേർബായിട്ട് വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഈ ടെൻസിനെ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? ഇതാണ് ഫ്യൂച്ചർ സിമ്പിൾ ടെൻസ്. ഇവിടെ ING ഫോമൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല അല്ലേ? ഫ്യൂച്ചർ സിമ്പിൾ. അപ്പോൾ അവിടെയാണ് ബി ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. ഇനി നമുക്ക് ബിയുടെ അടുത്ത യൂസ് മനസ്സിലാക്കാം. ഞാൻ പറയുന്ന സെൻറ്റൻസ് ശ്രദ്ധിച്ച് കേൾക്കണേ. അവൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. എന്താ പറയുക? ഷീ വിൽ ബി വെയിറ്റിംഗ് ഫോർ മീ. ഷീ വിൽ ബി വെയിറ്റിംഗ് ഫോർ മീ. അപ്പോൾ കാത്തിരിക്കുകയായിരിക്കും. അത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമല്ലേ? തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ?
അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞത് ഷീ വിൽ ബി വെയിറ്റിംഗ് എന്നാണ്. അപ്പോൾ ആ വേർബ് അവിടെ വെയിറ്റ് ആണ്, അതിൻ്റെ ING ഫോം യൂസ് ചെയ്തു. പക്ഷെ അതിന് മുൻപ് വന്നത് കണ്ടോ, ഷീ വിൽ ബി വെയിറ്റിംഗ്. മറ്റൊന്ന്, ഞങ്ങൾ 12 മണിക്ക് ഊണ് കഴിക്കുകയായിരിക്കും. അപ്പോൾ ഇപ്പം മണി 10 ആയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള കാര്യം പറയാണ്, 12 മണിയുടെ കാര്യം പറയാണ്. അപ്പോൾ അത് ഫ്യൂച്ചർ ടെൻസ് ആണല്ലോ. അപ്പോൾ 12 മണിക്ക് ഞങ്ങൾ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അത് കണ്ടിന്യൂ ചെയ്യാണ്. ഇംഗ്ലീഷിൽ വി വിൽ ബി ഹാവിങ് ലഞ്ച് അറ്റ് 12. കണ്ടോ, വിൽ ബി ഹാവിങ് ലഞ്ച് അറ്റ് 12. ഇവിടെയും കണ്ടല്ലോ നിങ്ങൾക്ക് ബിയുടെ ആ ഒരു യൂസ് വന്നത്. ഇനി അടുത്തത് നോക്കാം. പ്ലെയിൻ അധികം താമസിയാതെ ലാൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ലാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് കഴിയുന്നൊരു കാര്യമല്ലല്ലോ, കണ്ടിന്യൂ ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ പറയാം, ദ പ്ലെയിൻ വിൽ ബി ലാൻഡിങ് ഷോർട്ട്ലി. ദ പ്ലെയിൻ വിൽ ബി ലാൻഡിങ് ഷോർട്ട്ലി. കണ്ടോ അവിടെ ING ഫോം വന്നത്. അതിന് മുൻപ് ബിയും നമ്മൾ യൂസ് ചെയ്തു. ഒരു നെഗറ്റീവ് സെൻറ്റൻസ് നോക്കാം ഇതുപോലെ. അവൻ ഞങ്ങളോടൊത്തായിരിക്കില്ല കഴിയുന്നത്. ഹി വോണ്ട് ബി സ്റ്റേയിങ് വിത്ത് അസ്. വിൽ നോട്ട് ആണ് കേട്ടോ, വോണ്ട്. ഹി വോണ്ട് ബി സ്റ്റേയിങ് വിത്ത് അസ്. ഇനി ഒരു ചോദ്യം നോക്കാം. നാളെ മഴ പെയ്യുമോ? വിൽ ഇറ്റ് ബി റെയിനിങ് ടുമോറോ? അപ്പോൾ അതിനുള്ള സാധ്യതയുണ്ടോ എന്നാണ് നമ്മൾ ഈ ആലോചിക്കുന്നത്. വിൽ ഇറ്റ് ബി റെയിനിങ് ടുമോറോ? കണ്ടോ, വിൽ വെച്ച് ചോദ്യം തുടങ്ങി. അപ്പോൾ ഞാൻ ഈ സെൻറ്റൻസസ് എല്ലാം ഇവിടെ ഒരുമിച്ച് കാണിക്കുകയാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഷീ വിൽ ബി വെയിറ്റിംഗ് ഫോർ മീ. വിൽ ബി ഹാവിങ് ലഞ്ച് അറ്റ് 12. ദ പ്ലെയിൻ വിൽ ബി ലാൻഡിങ് ഷോർട്ട്ലി. ഈ സെൻറ്റൻസസിലെല്ലാം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, വിൽ ബി വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു വേർബിൻ്റെ ING ഫോം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഭാവിയിലെ കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ്, പക്ഷേ ഭാവിയിൽ തുടരുന്ന കണ്ടിന്യൂ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് വിൽ ബി കഴിഞ്ഞിട്ട് വേർബിൻ്റെ ING ഫോം വന്നത്. അപ്പോൾ ഈ ഒരു ടെൻസിനെ നമ്മൾ വിളിക്കുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്നാണ് കേട്ടോ. അപ്പോൾ ബിയുടെ രണ്ടാമത്തെ ഉപയോഗമാണ് നമ്മൾ കണ്ടത്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിലും നമ്മൾ ബി യൂസ് ചെയ്യും. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഇവിടെ ബി വന്നത് ഹെൽപ്പിംഗ് വേർബായിട്ടാണ്. കാരണം ബി കഴിഞ്ഞിട്ട് വേറൊരു ശരിക്കും വേർബ് വന്നിട്ടുണ്ടല്ലേ. ആദ്യത്തിൽ നോക്കൂ, ബി കഴിഞ്ഞിട്ട് വെയിറ്റിംഗ് വന്നു, അടുത്തതിൽ ബി കഴിഞ്ഞിട്ട് ഹാവിങ് വന്നു. അപ്പോൾ ബി ഇവിടെ ഒരു ഹെൽപ്പിംഗ് വേർബായിട്ടാണ് വന്നത്. ഇപ്പം നമ്മൾ കണ്ട 2 കേസസിലും നമ്മൾ ബി ഉപയോഗിച്ചത് വില്ലിൻ്റെ കൂടെയാണല്ലേ. അപ്പോൾ ഫ്യൂച്ചറിനെ പറ്റി പറയാനാണ് നമ്മൾ വിൽ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, വിൽ എന്ന് പറയുന്നത് ഒരു മോഡൽ വേർബാണ്. അപ്പോൾ വില്ലിൻ്റെ കൂടെ നമുക്ക് ബി യൂസ് ചെയ്യാമെങ്കിൽ ഇംഗ്ലീഷിലെ ബാക്കി മോഡൽ വേർബ്സിൻ്റെ കൂടെയും ബി യൂസ് ചെയ്യാം. ഏതൊക്കെയാണ് മോഡൽ വേർബ്സ്? വിൽ പോലെ തന്നെ വുഡ് ഉണ്ട്, പിന്നെ ക്യാൻ, കുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഇതെല്ലാം മോഡൽ വേർബ്സ് ആണ്. ഇതിൻ്റെ കൂടെ എല്ലാം നമുക്ക് ബി യൂസ് ചെയ്യാം. അതാണ് ബിയുടെ അടുത്ത ഉപയോഗം. അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കാണിക്കാം. സെൻറ്റൻസ് ശ്രദ്ധിക്കൂ. എനിക്കറിയാമായിരുന്നു നീ ഹാപ്പി ആകുമെന്ന്. ഐ ന്യൂ യു വുഡ് ബി ഹാപ്പി. അപ്പോൾ ഐ ന്യൂ പാസ്റ്റ് ടെൻസ് ആണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ വുഡ് ഉപയോഗിച്ചത് കേട്ടോ. വില്ലിൻ്റെ പാസ്റ്റ് ഫോമാണ് ഇവിടെ വന്നത്. ഐ ന്യൂ യു വുഡ് ബി ഹാപ്പി. വുഡ് കഴിഞ്ഞിട്ട് ബി വന്നു. അത് സത്യമാകാൻ തരയില്ല. ഇറ്റ് കെൻ നോട്ട് ബി ട്രൂ. അപ്പോൾ ക്യാൻ ഒരു മോഡൽ വേർബാണ്, അതിൻ്റെ നെഗറ്റീവാണ് കെനോട്ട്. അപ്പോൾ അത് ഷോർട്ടൻ ചെയ്ത് കാൺട്ട് എന്ന് പറയാം. ഇറ്റ് കാൺ ബി ട്രൂ. കണ്ടോ, കാൺ കഴിഞ്ഞിട്ട് ബി ആണ് വന്നത്. താക്കോല് നിങ്ങളുടെ ബാഗിലായിരിക്കും. അപ്പോൾ ഒരു ചെറിയ സാധ്യതയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് ഇംഗ്ലീഷിൽ ദ കീസ് കുഡ് ബി ഇൻ യുവർ ബാഗ്. കുഡ് ഉപയോഗിച്ചത് വളരെ ചെറിയ സാധ്യതയുള്ളൂ, അതുകൊണ്ടാണ് ദ കീസ് കുഡ് ബി ഇൻ യുവർ ബാഗ്. കുഡ് കഴിഞ്ഞിട്ട് ബി വന്നത് കണ്ടോ അവിടെയും. പരീക്ഷ ബുദ്ധിമുട്ടുള്ളതായേക്കാം. ദി എക്സാം മേ ബി ഹാർഡ്. മേ ബി ഹാർഡ്. നാളെ തണുപ്പായിരിക്കാൻ സാധ്യതയുണ്ട്. ചെറിയൊരു പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്നത് ഇറ്റ് മൈറ്റ് ബി കോൾഡ് ടുമോറോ എന്നാണ്. മൈറ്റ് ബി കോൾഡ്. നിങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണം. യു ഷുഡ് ബി മോർ റെസ്പോൺസിബിൾ. യു ഷുഡ് ബി മോർ റെസ്പോൺസിബിൾ. അതുപോലെ ചില ന്യൂസൊക്കെ വരുമ്പോൾ നമ്മൾ പറയില്ലേ, ഓ അത് വ്യാജമായിരിക്കും, അത് ഫേക്ക് ആയിരിക്കും എന്ന്. അപ്പോൾ പറയാം ദാറ്റ് മസ്റ്റ് ബി ഫേക്ക്. ദാറ്റ് മസ്റ്റ് ബി ഫേക്ക്. ഇപ്പോൾ നമ്മൾ കണ്ട എക്സാമ്പിൾസിലെല്ലാം മോഡൽ വേർബ്സിൻ്റെ കൂടെയാണ് ബി നമ്മൾ യൂസ് ചെയ്തത് അല്ലേ. ഇതേപോലെ കുറച്ച് സെമി മോഡൽ വേർബ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ. അതായത് ഹാവ് ടു, ഓട്ട് ടു, നീഡ് ടു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ എല്ലാം ഒരു ടു കൂടെ വന്നല്ലോ, ആ ഓട്ട് ഹാവിൻ്റെ ഒക്കെ കൂടെ. അതുകൊണ്ടാണ് നമ്മളതിനെ സെമി മോഡൽ വേർബ്സ് എന്ന് വിളിക്കുന്നത്. അവിടെയും നമ്മൾ ബി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അതിനുള്ള ഉദാഹരണം പറയാം. നിങ്ങൾ ജോലിയിൽ പങ്ക്ച്വൽ ആയിരിക്കണം, കൃത്യനിഷ്ഠയുള്ളവനായിരിക്കണം. അപ്പോൾ ഇംഗ്ലീഷിൽ യു ഓട്ട് ടു ബി പങ്ക്ച്വൽ അറ്റ് വർക്ക്. ശ്രദ്ധിച്ചോ, യു ഓട്ട് ടു ബി പങ്ക്ച്വൽ, അതായത് കൃത്യനിഷ്ഠയുള്ളവനായിരിക്കണം. അതിനാണ് ബി പങ്ക്ച്വൽ എന്ന് പറഞ്ഞത് കേട്ടോ. നമ്മൾ സ്കൂളിൽ 9 മണിക്ക് എത്തിയിരിക്കണം. വി ഹാവ് ടു ബി അറ്റ് സ്കൂൾ അറ്റ് 9. വി ഹാവ് ടു ബി അറ്റ് സ്കൂൾ. നിങ്ങൾ 8 മണിക്ക് മുൻപ് ഇവിടെ എത്തിയിരിക്കണം.
You need to be here before 8 a.m. You need to be here before 8. അപ്പോൾ ഇവിടെ ആയിരിക്കണം, അതിനാണ് you need to be എന്ന് വന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബിയുടെ നാലാമത്തെ യൂസ് ആണ്. ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ ഒരു കമാൻഡ് പോലെ ക്ലോസ് ദ ഡോർ, കം ഹിയർ എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസസിന് നമ്മൾ ഇംഗ്ലീഷിൽ ഇംപെറേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയും. ഇപ്പോൾ ഈ സെൻറ്റൻസസ് നോക്കൂ. സ്റ്റോപ്പ് ടോക്കിംഗ്, അതായത് സംസാരിക്കുന്നത് നിർത്തൂ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ ആ സെൻറ്റൻസ് തുടങ്ങിയത് തന്നെ ഒരു വേർബ് വെച്ചിട്ടാണല്ലേ. ഞാൻ പറയുന്നത് നിങ്ങളോടാണ്, നിങ്ങൾ സംസാരിക്കുന്നത് നിർത്തൂ എന്നാണ്, പക്ഷെ പറഞ്ഞത് സ്റ്റോപ്പ് ടോക്കിംഗ് എന്ന് മാത്രമാണ്. അപ്പോൾ അവിടുത്തെ വേർബ് സ്റ്റോപ്പാണ്. അടുത്തത്, ആ ബുക്ക് എനിക്ക് തരൂ, ഗിവ് മീ ദാറ്റ് ബുക്ക്. അപ്പോൾ ഇവിടെ ഗിവ് മീ ദാറ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ ഗിവ് ആണ് വേർബ്. ആ സെൻറ്റൻസ് തുടങ്ങിയത് തന്നെ ഗിവ് എന്ന വേർബ് വെച്ചിട്ടാണ്. ഇങ്ങനെ ഒരു ഓർഡർ കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കമാൻഡ് ചെയ്യുന്നത് പോലെ പറയാനൊക്കെ നമുക്ക് ബീയുടെ ആവശ്യം വരും. അത് ഞാൻ കാണിക്കാം, നോക്കൂ. നിശബ്ദരാകൂ എന്ന് പറയാൻ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് വരാൻ നോക്കൂ. ബി ക്വയറ്റ്, ബി ക്വയറ്റ്. അപ്പോൾ നിശബ്ദർ ആകൂ എന്നാണ് പറയുന്നത്. അതിനാണ് ആ ബി അവിടെ വന്നത് കേട്ടോ. മറ്റൊന്ന്, ദയവേത് എൻ്റെ സുഹൃത്താകൂ. ബി മൈ ഫ്രണ്ട് പ്ലീസ്. ബി മൈ ഫ്രണ്ട് എന്നാണ് ഇവിടെ വന്നത്. അപ്പോൾ സുഹൃത്താകൂ എന്നല്ലേ പറഞ്ഞത്. ആ ആകുക എന്നുള്ളതിനാണ് ആ ബി നമ്മളിവിടെ യൂസ് ചെയ്തത്. ബി മൈ ഫ്രണ്ട്. അടുത്തത് നോക്കൂ. ഓൾവേസ് ബി കൈൻഡ്. എപ്പോഴും ദയുള്ളവനാകൂ. ബി കൈൻഡ്. അപ്പോൾ അതിന് മുൻപ് ഞാൻ ഓൾവേസ് എന്നൊരു വാക്ക് ആഡ് ചെയ്തതേ ഉള്ളൂ. ശരിക്കും അത് ബി വെച്ച് തന്നെയാണ് തുടങ്ങുന്നത്. ബി കൈൻഡ് എന്നാണ് ആ ഇംപെറേറ്റീവ് സെൻറ്റൻസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസസിലും നമ്മൾ ബി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇത് നെഗറ്റീവായിട്ടും പറയാം കേട്ടോ. അതിനുള്ള എക്സാമ്പിൾ ഞാൻ കാണിക്കാം. കുട്ടികളെ പോലെ പെരുമാറാതിരിക്കൂ, അതായത് ചൈൽഡിഷ് ആയിട്ട് പെരുമാറല്ലേ എന്നാണ് പറയുന്നത്. അപ്പം എന്ത് പറയും? ഡോണ്ട് ബി സോ ചൈൽഡിഷ്. അപ്പോൾ ബി ചൈൽഡിഷ് എന്നല്ല പറഞ്ഞത്, ചൈൽഡിഷ് ആവല്ലേ എന്നാണ് അല്ലേ. അതുകൊണ്ട് ഡോണ്ട് ബി ചൈൽഡിഷ്, ഡോണ്ട് ബി സോ ചൈൽഡിഷ്. ഇൻ്റർവ്യൂവിന് ഒരിക്കലും ലേറ്റായി പോകല്ലേ. നെവർ ബി ലേറ്റ് ടു എൻ ഇൻ്റർവ്യൂ. നെവർ എന്നാദ്യം വന്നു, ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ എന്നുള്ള അർത്ഥത്തിൽ. ഡോണ്ട് എന്ന നെഗറ്റീവ് മീനിങ് കിട്ടാൻ. നെവർ ബി ലേറ്റ് ടു എൻ ഇൻ്റർവ്യൂ. കണ്ടോ, അവിടെയും ബി വന്നിട്ടുണ്ട്. നെവർ ബി ലേറ്റ് ടു എൻ ഇൻ്റർവ്യൂ. ഇപ്പോൾ നമ്മൾ കണ്ടത് ബിയുടെ നാലാമത്തെ യൂസ് ആയിരുന്നു. ഇനി കാണാൻ പോകുന്നത് ബിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ് പാസീവ് വോയിസിൽ. ഈ പാസീവ് വോയിസ് എന്താണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് ഞാൻ പെട്ടെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാനൊരു സെൻറ്റൻസ് പറയാണ്. മനു കത്തെഴുതി. അപ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെ വരും? മനു റോട്ട് ദ ലെറ്റർ. അപ്പോൾ ഇവിടുത്തെ വേർബ് കണ്ടല്ലോ, റൈറ്റ് ആണ്, എഴുതുക എന്നുള്ളതാണ് വേർബ്. അതിൻ്റെ പാസ്റ്റ് ഫോമാണ് വന്നത്. റോട്ട് ആണ് ഇവിടെ വന്നിരിക്കുന്നത്, അത് V2 ഫോമാണ്. ഇനി ഇവിടെ ആരാണ് കത്തെഴുതിയത്? മനു, അതാണ് സബ്ജക്റ്റ്. മനു എന്താ എഴുതിയത്? കത്ത്, ലെറ്റർ, അതാണ് ഒബ്ജക്റ്റ്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഈ സെൻറ്റൻസ് ആക്റ്റീവ് വോയിസിലാണ്. ഇവിടുത്തെ വേർബ് ആക്റ്റീവ് വോയിസിലാണ്. കാരണം ഇവിടെ ആര് ചെയ്തു എന്നതിന് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടല്ലേ. മനു കത്തെഴുതി എന്നാണ് നമ്മൾ പറയുന്നത്. ഈ സെൻറ്റൻസ് ഞാനിനി പാസീവ് വോയിസ് ആക്കി മാറ്റാൻ പോവാണ്. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെയാണ് മലയാളത്തിൽ വരുന്നതെന്ന് അറിയാമോ? കത്ത് എഴുതപ്പെട്ടു. ആരെഴുതിയേ? അതിന് വലിയ പ്രാധാന്യമില്ല. വേണമെങ്കിൽ പറയാം കത്ത് മനുവിനാൽ എഴുതപ്പെട്ടു എന്ന്. അപ്പോൾ അത് ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ്. ദ ലെറ്റർ വാസ് റിട്ടൺ ബൈ മനു എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇവിടുത്തെ വേർബ് നിങ്ങളൊന്ന് നോക്കൂ. വാസ് റിട്ടൺ എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ റിട്ടൺ എന്ന് പറയുന്നത് റൈറ്റ് എന്ന വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ്, വേർബ് 3 ഫോമാണ്. അത് ഒരു വ്യത്യാസം. പിന്നെ ഇവിടെ എങ്ങനെയാണ് സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നത് നോക്കൂ. ശരിക്കുള്ള സെൻറ്റൻസിൽ ആദ്യത്തെ സെൻറ്റൻസിൽ ഒബ്ജക്റ്റാണ് ഇവിടെ തുടക്കത്തിൽ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യം വരുന്നത് ഒബ്ജക്റ്റാണ് പാസീവ് വോയിസിൽ. അത് കഴിഞ്ഞ് വേർബും അത് കഴിഞ്ഞ് സബ്ജക്റ്റും വന്നു. ദ ലെറ്റർ വാസ് റിട്ടൺ ബൈ മനു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ സെൻറ്റൻസ് ഇവിടുത്തെ വേർബ് പാസീവ് വോയിസിലാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ ഓർക്കും ഞാനിപ്പോൾ പറഞ്ഞത് നമുക്ക് ബി പാസീവ് വോയിസിൽ ആവശ്യമുണ്ടെന്നാണ്. ഇവിടെ ബിയുടെ ആവശ്യം വന്നിട്ടില്ല, പക്ഷേ ബിയുടെ ആവശ്യം വരുന്ന സന്ദർഭങ്ങളുണ്ട്. അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. മുൻപ് നമ്മൾ കുറേ മോഡൽ വേർബ്സിനെ പറ്റി പറഞ്ഞില്ലേ. ബി നമ്മൾ മോഡൽ വേർബ്സിൻ്റെ കൂടെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. ആ മോഡൽ വേർബ്സിൽ സെൻറ്റൻസസ് വരുമ്പോൾ അത് പാസീവ് ആക്കാൻ ബിയുടെ ആവശ്യം വരും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും, പക്ഷേ സെൻറ്റൻസ് എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ ഈ പറയുന്ന സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കൂ. ദേ ക്യാൻ ഡു ഇറ്റ്. അവർക്ക് അത് ചെയ്യാൻ സാധിക്കും. ദേ ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ ഇവിടെ ദേ ആണ് സബ്ജക്റ്റ് അല്ലേ. അത് കഴിഞ്ഞിട്ട് ക്യാൻ, ഒരു മോഡൽ വേർബ് വന്നിട്ടുണ്ട്. ദേ ക്യാൻ കഴിഞ്ഞിട്ട് ഡു എന്നുള്ള ആ വേർബും വന്നിട്ടുണ്ട്. ഡു ആണ് വേർബ്. ദേ ക്യാൻ ഡു എന്ത്? ദേ ക്യാൻ ഡു ഇറ്റ്. അവർക്ക് അത് ചെയ്യാൻ സാധിക്കും.
ഇനി ഇത് പാസീവ് വോയിസിലാക്കണമെങ്കിൽ എന്താ ചെയ്യാമെന്നറിയാമോ? ഇങ്ങനെ വരും, ഇറ്റ് ക്യാൻ ബി ഡൺ. എന്താ സംഭവിച്ചത്? ആദ്യത്തെ സെൻറ്റൻസിലെ ആ ഒബ്ജക്റ്റ് ഉണ്ടല്ലോ ഇറ്റ്, അത് ആദ്യം വന്നു, അത് കഴിഞ്ഞിട്ട് ക്യാൻ ബി എന്നാണ് ഞാൻ പറഞ്ഞത്. ശരിക്കുള്ള സെൻറ്റൻസിൽ ക്യാൻ എന്നായിരുന്നു, അതിവിടെ ക്യാൻ ബി എന്ന് വന്നു. എന്നിട്ടൊരു കാര്യം കൂടി ചെയ്തു, ആ വേർബ് ഡു ആയിരുന്നല്ലോ, അതിൻ്റെ മൂന്നാമത്തെ ഫോം യൂസ് ചെയ്യണം. അപ്പോൾ ഡൺ ആണ് ഡു എന്ന വേർബിൻ്റെ മൂന്നാമത്തെ ഫോം. അതാണ് ഞാനിവിടെ പറഞ്ഞത്, ഇറ്റ് ക്യാൻ ബി ഡൺ. വന്നത് കണ്ടോ? ഇറ്റ് ക്യാൻ ബി ഡൺ. അപ്പോൾ മോഡൽ വേർബ്സ് വരുമ്പോൾ അതിനെ പാസീവ് വോയിസിലാക്കണമെങ്കിൽ നമുക്ക് ആ മോഡൽ വേർബ് കഴിഞ്ഞിട്ട് ബി ചേർക്കേണ്ടി വരും. കൂടുതൽ എക്സാമ്പിൾസ് ഞാൻ കാണിക്കാം. അവൾ കാറ് വിൽക്കും. ഇംഗ്ലീഷിൽ ഷീ വിൽ സെൽ ദ കാർ. ഇവിടുത്തെ മോഡൽ വേർബ് വില്ലാണ് കേട്ടോ. അപ്പോൾ ഷീ ആണല്ലോ സബ്ജക്റ്റ്. അവൾ എന്താ വിൽക്കുക? കാറാണ് വിൽക്കുക. അപ്പോൾ കാറാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇത് നമ്മൾ പാസീവ് ആക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഒബ്ജക്റ്റാണ് ആദ്യം വരിക, ദ കാർ. അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന മോഡൽ വേർബ് ഏതായിരുന്നു? വില്ലല്ലേ, അത് വരണം. ദ കാർ വിൽ ബി. അത് കഴിഞ്ഞാൽ വേർബ് സെല്ലാണല്ലോ, അതിൻ്റെ മൂന്നാമത്തെ ഫോം സോൾഡ് ആണ്. ദ കാർ വിൽ ബി സോൾഡ്. അടുത്തത് നോക്കൂ, അയാൾ കമ്പ്യൂട്ടർ നന്നാക്കിയേക്കും. അപ്പോൾ ഇംഗ്ലീഷിൽ ഹി മൈറ്റ് ഫിക്സ് ദ കമ്പ്യൂട്ടർ. സാധ്യത കുറവാണ്, അതുകൊണ്ടാണ് ഹി മൈറ്റ് എന്ന് പറഞ്ഞത്. ഹി മൈറ്റ് ഫിക്സ് ദ കമ്പ്യൂട്ടർ. അപ്പോൾ ഇവിടുത്തെ എന്താണ് അയാൾ നന്നാക്കാൻ പോകുന്നത്? ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താണ്? കമ്പ്യൂട്ടർ അല്ലേ. അതാണ് പാസീവ് വോയിസിൽ ആദ്യം വരിക. എന്താ പറയുക? ദ കമ്പ്യൂട്ടർ. ഇനി നമ്മുടെ മോഡൽ വേർബ് മൈറ്റ്, അത് കഴിഞ്ഞിട്ട് ബി ചേർക്കണം. ദ കമ്പ്യൂട്ടർ മൈറ്റ് ബി. ആ ഫിക്സ് എന്ന വേർബിൻ്റെ മൂന്നാമത്തെ ഫോം ഫിക്സ്ഡ് ആണ്. ദ കമ്പ്യൂട്ടർ മൈറ്റ് ബി ഫിക്സ്ഡ് എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നത് അങ്ങനെയാണ്. അടുത്തത്, അവർ മത്സരം റദ്ദാക്കണം. ദേ ഷുഡ് ക്യാൻസൽ ദ ഗെയിം. അപ്പോൾ ദേ ഷുഡ് ക്യാൻസൽ ദ ഗെയിം. എന്താ ക്യാൻസൽ ചെയ്യേണ്ടത്? ഗെയിമാണ് ക്യാൻസൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പാസീവ് വോയിസിലാക്കുമ്പോൾ അത് ആദ്യം വരും. ദ ഗെയിം, മോഡൽ വേർബ് ഏതാണ്? ഷുഡ്. ദ ഗെയിം ഷുഡ് കഴിഞ്ഞിട്ട് ബി ചേർക്കൂ. ദ ഗെയിം ഷുഡ് ബി. വേർബ് ക്യാൻസൽ ആയിരുന്നു, അതിൻ്റെ മൂന്നാമത്തെ ഫോം ക്യാൻസൽഡ് ആണ്. സോ ദ ഗെയിം ഷുഡ് ബി ക്യാൻസൽഡ്. അടുത്തത് ശ്രദ്ധിക്കട്ടോ, നിങ്ങൾ അത് 2 മണിക്ക് മുൻപ് തീർക്കണം, ഫിനിഷ് ചെയ്യണം. തീർക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. യു മസ്റ്റ് ഫിനിഷ് ഇറ്റ് ബൈ 2 o'clock. യു മസ്റ്റ് ഫിനിഷ് ഇറ്റ്, അതാണ് സെൻറ്റൻസ് ശരിക്കും. അപ്പോൾ ഇത് നമുക്ക് പാസീവ് വോയിസിലാക്കണം. എന്താണ് ഫിനിഷ് ചെയ്യേണ്ടത്? അത് എന്താണെന്ന് നമുക്കറിയില്ല, അത്. അപ്പോൾ ഇറ്റാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്, അത് ആദ്യം കൊണ്ടുവരിക. ഇറ്റ്. ഇനി മോഡൽ വേർബ് ഇവിടെ മസ്റ്റ് ആണല്ലേ. ഇറ്റ് മസ്റ്റ് കഴിഞ്ഞിട്ട് ബി ചേർക്കും. ഇറ്റ് മസ്റ്റ് ബി. ഫിനിഷ് ആയിരുന്നു വേർബ്, അതിൻ്റെ മൂന്നാമത്തെ ഫോം ഇ ഡി ചേർത്താൽ മതി. ഇറ്റ് മസ്റ്റ് ബി ഫിനിഷ്ഡ് ബൈ 2 o'clock. കണ്ടോ എങ്ങനെ സെൻറ്റൻസ് കിട്ടിയതെന്ന്? അപ്പോൾ ഇന്ന് നമ്മൾ ബി ഉപയോഗിക്കുന്ന 5 സിറ്റുവേഷൻസ് കണ്ടു. ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാനിവിടെ 3 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ. ആദ്യത്തത്, അവൾക്ക് സങ്കടമാകും. മലയാളത്തിലൊരു സെൻറ്റൻസ് ആണ്. ഇത് നിങ്ങൾ എങ്ങനെയാണ് ബി ഉപയോഗിച്ച് ഇംഗ്ലീഷിൽ പറയുക? ആലോചിച്ച് എഴുതൂ. അവൾക്ക് സങ്കടമാകും എന്നാണ് സെൻറ്റൻസ്. സങ്കടം എന്നുള്ളതിന് സാഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അടുത്തത്, ഞാൻ വീട്ടിലെത്തുമ്പോൾ അവർ ഉറങ്ങുകയായിരിക്കും. ഇവിടെ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്യാൻ കേട്ടോ. ഞാൻ വീട്ടിലെത്തുമ്പോൾ അവർ ഉറങ്ങുകയായിരിക്കും. അപ്പോൾ സെൻറ്റൻസിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ഇംഗ്ലീഷിൽ പറയാം, ബാക്കി നിങ്ങൾ പറയണം കേട്ടോ. വെൻ ഐ ഗെറ്റ് ഹോം സ്പേസ്, അത് ബി ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യൂ. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇത് പാസീവ് വോയിസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് കേട്ടോ. അയാൾ തിരഞ്ഞെടുക്കപ്പെടും. അപ്പോൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതിന് ഇലക്ട് എന്നാണ് പറയുന്നത്. അയാൾ തിരഞ്ഞെടുക്കപ്പെടും എന്നാണ് ഞാൻ പറഞ്ഞത്. അതെങ്ങനെയാണ് പാസീവ് വോയിസ് ഉപയോഗിച്ച് ഇംഗ്ലീഷിൽ പറയുക? തീർച്ചയായിട്ടും അവിടെ ബി യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ 3 ആൻസേഴ്സും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി അധികം താമസിയാതെ നമുക്ക് ഇതുപോലെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടാം.